തെരഞ്ഞെടുപ്പ് അല്പം വോട്ടിംഗ് കൂടെ മാറ്റിവെച്ചെങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല. ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരും ഒരുപാട് വിവാദങ്ങളുമൊക്കെ കുത്തിനിറയ്ക്കുമ്പോൾ പാലക്കാടിൻ്റെ മനസാക്ഷിയിൽ എന്താണ് പുകയുന്നത് എന്നറിയാൻ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ശ്രീജിത്ത്, പെട്ടി വിവാദം ഒടുങ്ങിയോ? ഗുഡ് മോർണിംഗ്. SKN പെട്ടി വിവാദം ഒടുങ്ങിയിട്ടില്ല. എന്നാൽ പെട്ടി വിവാദത്തിന് പുറമെ പുതിയൊരു വിവാദം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ കൊഴിഞ്ഞാമ്പാറയിൽ 1300 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് മുരളി എന്നൊരാളാണ്. മുരളി കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ CPIM രംഗത്ത് വന്നിരിക്കുന്നു. പെട്ടി വിവാദത്തിന് പിന്നാലെ സ്പിരിറ്റ് ഇടപാട് കൂടി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഉറച്ചാണ് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. CPIMന്റെ മുൻനിര നേതാക്കൾ, പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള എല്ലാ ആളുകളുമുണ്ട്. പെട്ടി വിവാദം തന്നെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ CPIM ആഗ്രഹിക്കുന്ന വേഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭരണ സംവിധാനങ്ങളിൽ നിന്നോ ഒരു നടപടിയോ മറ്റും ഉണ്ടാകുന്നില്ല എന്നത് അവർക്കൊരു ചെറിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതായത് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നൽകിയ ആ കേസിൽ പരാതിയിൽ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് അവരെ അലോസരപ്പെടുന്ന കാര്യം. എന്നാൽ കോൺഗ്രസ് അവരുടെ ഈ വനിതാ നേതാക്കളെ അപമാനിച്ചു എന്ന വിഷയമുയർത്തി പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം സർക്കാരിനെതിരെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. ഇന്ന് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനായി പ്രചരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചേലക്കര കഴിഞ്ഞ് എത്തുന്നതോടെ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മുനമ്പം മുൻനിർത്തിയാണ് BJPയുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാലക്കാട്ട് പുരോഗമിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഗൃഹസമ്പർക്ക പരിപാടിയിലും മറ്റും പ്രധാനമായി ഉന്നയിക്കുന്നത് ഈ വഖഫ് വിഷയമാണ്. ഇവിടുത്തെ പല അഗ്രഹാരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഒരു തങ്ങൾക്ക് അനുകൂലമായൊരു നീക്കം, ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വം പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്.